നിയതമായി വർഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ള 50ലധികം വിഭാഗങ്ങളിലായി 2.5 ലക്ഷത്തിൽ പരം മാത്രമായി ചുരുങ്ങിയ മൗലിക വർഗമാണ് കാണിക്കാർ. ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിതചര്യകളിലും തനതു വ്യക്തിത്വം ഒരു പരിധിവരെയെങ്കിലും നിലനിർത്താൻ കാണിക്കാർക്ക് സാധിക്കുന്നത് സംസ്കാരത്തിന്റെ പൊതുധാരയിൽ നിന്ന് ദീർഘകാലമായി ഒറ്റപ്പെട്ട് വനാന്തർ ഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്നതിനാലാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വനഭൂമികളിലാണ് അവരുടെ ലോകം. കാണിക്കാർ എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിക്കധിപർ എന്നാണെന്നും തങ്ങൾ അഗസ്ത്യമുനിയുടെ ആളുകളാണെന്നും അവർ അവകാശപ്പെടുന്നു. ഏതായാലും തിരുവിതാംകൂർ ചരിത്രത്തിൽ കാണിക്കാർക്ക് ഗണ്യമായ സ്ഥാനമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ കാണിക്കാർ അധിവസിക്കുന്ന ചില പ്രദേശങ്ങളിലേക്കും അവരുടെ ജീവിതത്തിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഡോക്യുമെന്ററി. ചക്രനെല്ലും മാമൂട്ടിയിലേ തേനയിനിപ്പട നിരപ്പോ തോന്നാലൊരു പങ്ങാട്ട് നിരപ്പിയിലല്ലോ. ഇതിന്റെ ശല്യങ്ങൾ ഉണ്ടാവണില്ല. പിന്നെ കൃഷിനാശം ഇതൊക്കെ മാത്രമേ ഉണ്ടാവണുള്ളൂ. കാട്ടുപോത്തുണ്ട്, പന്നിയുണ്ട്, മുള്ളൻ പന്നിയുണ്ട്, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ശല്യവും ഉണ്ടാവണില്ല, ഉപദ്രവിക്കണില്ല നമ്മളെ. അതേ ഉള്ളൂ. പിന്നെ ആറാനക്കുഴി ആ മേഖലയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം ടൂറിസത്തിനും അങ്ങനെയുള്ള ഒരു ഇതില്ലല്ലോ ഇവിടെ. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ അതൊക്കെ നമ്മളിപ്പം ട്രാവൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ആദ്യം പഞ്ചായത്തായിരുന്നു, ഇപ്പൊ ട്രാവൽ ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളത് അത് ഡ്രൈവറിന്റെ അതനുസരിച്ച് നമ്മളെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഡ്രൈവർമാരെ ഇതിലാണ് ഫണ്ട് മാറി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ, എത്ര കുട്ടികൾ, സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ ആചാര്യന്റെ ഇതും എല്ലാം കൂടെ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. ഈ സാമൂഹ്യ പഠനമുറി നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടാണ് പൊതുവെ ഉള്ള സാമൂഹ്യ പഠനമുറി. അതില് നമുക്ക് നേഴ്സറി കുട്ടികൾ തൊട്ട് ഡിഗ്രി കുട്ടികൾ വരെ നോക്കാം. അതിലിപ്പോ ഒരു 12ഓളം കുട്ടികൾ ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1ാം ക്ലാസ് തൊട്ട് തന്നെ +2 വരെയുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അത് നമ്മളെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് ടീച്ചർമാരെ എടുക്കുന്നത്. ITDP ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നതാണ്. ടീച്ചർമാരെ എടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ മൊത്തം 15 കുട്ടികളുണ്ട്. അതിൽ 3 കുട്ടികളുടെ ഹോസ്റ്റലിലാണ്. ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ വരുന്ന കുട്ടികൾ തന്നെയാണ്. പിന്നെ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ വരുന്നത് നമുക്ക് രാവിലെ സ്കൂളിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം സ്കൂളിലാണെങ്കിൽ ഇവിടെ വന്നിറങ്ങും. ഒരു 4 തൊട്ട് 6:30 വരെയാണ് ഇവിടുത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ തൊട്ട് ഈവനിങ് 3-3:30 വരെ ക്ലാസ്. ഉൾപ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ കുട്ടികളുടെ സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ പഠിപ്പിക്കുന്ന ടീച്ചറുമായി എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പകരം ഒരാളെ വെച്ച് പഠിപ്പിക്കാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതില് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതിൽ കൂടുതൽ കളിപ്പിക്കുക, സ്പോർട്സ് ഐറ്റംസ് കൂടുതൽ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. കളി തന്നെ ആയി മാറിപ്പോകും കൂടുതൽ ഇവിടെ കളി കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ നമുക്ക് 1 മണിക്കൂർ പിള്ളേരെ പഠിപ്പിക്കുക, പിന്നെ ബാക്കിയുള്ള സമയം 1 മണിക്കൂർ പിള്ളേരെ കളിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പേരൊരാൾ ഈ ചരിത്രത്തിൽ പറയാണ്, ഈ പഴയ കഥകളാണ്. ആ ഓർമ്മയിൽ നമ്മൾ പറയാണ്. ഈ പഴയ വർഷങ്ങൾക്ക് ഒരു 10-200 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ആൾക്കാർ താമസമുള്ള സ്ഥലമാണ്. മൊത്തത്തിൽ ഒരു നശീകരണം വന്ന് എല്ലാവരും അങ്ങ് മരിച്ചു പോയി എന്നാണ് നമ്മളെ ഈ ചരിത്രം പറയുന്നത്. അതുള്ളതാണ്, സത്യമാണ്, ഇപ്പോഴും ആ സത്യമാണ്. അതാണ് അതിൻ്റെ ഈ ചരിത്രം. മുടിഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ പൊടിയേക്കാലം. മുടിഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ പൊടിഞ്ഞു പോയി, എല്ലാം തീർന്നു പോയി. അതേ ഉള്ളൂ. പൊടിഞ്ഞ സ്ഥലമാണ് പൊടിയേക്കാല എന്നുള്ള പേര്. ഒന്നുമില്ല, മരുന്നും മന്ത്രവാദവും ഒന്നുമില്ല. അത് മന്ത്രവാദമേ ഉള്ളൂ. മന്ത്രവാദത്തിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രവാദം ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ കോവിലും ക്ഷേത്രങ്ങളിലും പണി ചെയ്യുമ്പോൾ അതേപോലെ ഒരു മന്ത്രവാദം ചെയ്യും. ആ ഒരു മാത്രമേ ഉള്ളൂ. കാട്ടിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന മുളയും ഈറയും ഉപയോഗിച്ചാണ് ഇവർ പണ്ടുകാലത്ത് വീടുണ്ടാക്കിയിരുന്നത്. ഇഷ്ടികയോ ചെളിയോ കല്ലോ വീട് നിർമ്മാണത്തിന് ഇവർ ഉപയോഗിക്കാറില്ല. ഈറയും മുളയും ഉപയോഗിച്ചാണ് ചുവരുണ്ടാക്കുന്നതും.
ഈറയിലെ മേഞ്ഞ മേൽക്കൂരയും മുള തല്ലിച്ചതച്ചുണ്ടാക്കിയ വാതിലുമുള്ള കാണിക്കാരുടെ വീടുകൾ വളരെ മനോഹരവും കാലാവസ്ഥയ്ക്ക് അനുയോജ്യവുമാണ്. 12 അകീറ്റം ഉണ്ടെന്നാണ് എൻ്റെ അപ്പനപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതില് മലം ഭണ്ഡാരനുണ്ട്, മല മുതുമാനുണ്ട്, മല വേടനുണ്ട്, മലം കുറവനുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടിയ മല അരയമക്കളാണ്. അരയമക്കളൊന്നും തമ്പുരാന്റെ കാലത്ത് കാണിപ്പട്ടം തന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ ആദിവാസി എന്ന് പറയുന്നത് ഗോത്ര സമുദായത്തിൽപ്പെട്ടവരാണ്. നമുക്ക് ആദിവാസി എന്ന് പറയാൻ പറ്റൂല, നമ്മളെ അരയമക്കളെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ അതിൽ പാട്ടുണ്ട്. നല്ല ചക്ര നെല്ലും മാമൂട്ടിലെ തേനയിനിപ്പട നിരപ്പോ തോന്നാലൊരു പങ്ങാട്ട് നിരപ്പിയിലല്ലോ, ഉറ്റാലങ്കിൽ നിരപ്പ് തോന്നാലൊരു ഇരുന്ന തട്ടിയാനേ, വെള്ളിക്കോട് നിരപ്പ് തോന്നാലൊരു കരിയിലാഞ്ചി നിരപ്പിയിലല്ലോ, ചാമ്പലപ്പും കട്ടിപ്പറണോലൊരു കൂട്ടെന്ന് പറഞ്ഞാൽ അത് ദൈവങ്ങളെ നമ്മളെ ജാതിയില് നമ്മൾ ഊട്ടെന്നാണ് പറയണത്. ഇങ്ങനെ ഇത് നിങ്ങൾക്കിത് പാട്ടാണ്, പക്ഷെ ഞങ്ങൾ ഇത് ഊട്ടെന്ന് പറഞ്ഞ് തമ്പുരാനെ വിളിച്ച് വരുത്തണ ഒരു ഇതാണ്. വിളിച്ച് വരുത്താൻ മാത്രമല്ല, നമുക്കിത് അല്ലാതെയും ചെയ്യാം. മതി ചെല്ലപ്പി കാണിയായാലും മാധവൻ കാണിയായാലും തങ്കപ്പൻ കാണിയായാലും മാതിയാൻ കാണിയായാലും അരുവിയാൻ കാണിയായാലും കാണിയെന്ന് വെച്ചാൽ മതി. ഇപ്പം കാണിക്കാരൻ എന്ന് തന്നെ വയ്ക്കാം. അപ്പൊ ഞാൻ കാണിക്കാറിയാണെന്ന് പറഞ്ഞപ്പോ ഒന്നിൽ എന്റെ മക്കളെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, അതല്ല എങ്കിൽ എന്റെ മുൻകാല സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, എന്നാലേ കാണിക്കാരിയെന്ന് എനിക്ക് തരുള്ളൂ. അങ്ങനെ തരാതെ 3 മാസം തരാതെ ഇരുന്നിട്ട് 3ാമത്തെ മാസത്തിൽ വേറൊരാളെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ചെന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നെടുമങ്ങാട്ടത്ത് എഴുതി തന്നു. നെടുമങ്ങാട്ടിയെന്ന് ഞാൻ വാങ്ങിച്ചു, താലൂക്ക് ഓഫീസിൽ ചെന്ന് ഞാൻ വാങ്ങിച്ചു. അതുണ്ടായത് തന്നെ. പിന്നെ നമുക്ക് കൊണ്ടുതരാനൊന്നും വേറെ വെളിയിൽ പോയി ജോലി ചെയ്തുകൊണ്ട് വരാനൊന്നും ആയിട്ടില്ല. നമ്മൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആശുപത്രിക്കാരായാലും നമുക്കൊരു അത്യാവശ്യം വന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ഭരണ ചെലവുകൾ മൊത്തം ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടേ ഉള്ളൂ. ഒരിടത്തിൽ നിന്നൊന്നും എടുക്കാൻ നമുക്ക് ഒരു വാഴ നടാൻ ഒക്കൂല, മരിച്ചിനി ഇടാൻ ഒക്കൂല. ഇതൊക്കെ പണിയുണ്ട്. നമുക്കിനി അങ്ങോട്ട് ആദിവാസി വെട്ടിപ്പിടിക്കാൻ പറ്റില്ല. പണ്ടവരൊക്കെ വെട്ടിപ്പിടിച്ചത് തന്നെ ഇതൊക്കെ, പക്ഷെ ഇനി പറ്റില്ല. ഈ സ്ഥലം വെട്ടിപ്പിടിച്ചതിന് ശേഷം അവരിങ്ങനെ ഒരു മതിലിനകത്താക്കിയതുപോലെ കാണിക്കാരെല്ലാം കൂടെ. വർഗവത്കരിക്കപ്പെട്ട നിരവധി സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതും നാം ഓരോരുത്തരുമാണ്. പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം അവരും സംരക്ഷിക്കപ്പെടട്ടെ. അവരും മനുഷ്യരാണ്.